पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. സജ്ജനങ്ങളെ ആകർഷിക്കുവാൻ കഴിവുള്ള വ്യക്തിയും ഭാഗവതഹംസം മള്ളിയൂർ തിരുമേനിയുടെ പ്രിയ ശിഷ്യനും മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ മുൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന ഡോക്ടർ പള്ളിക്കൽ സുനിൽജിയെ കോഴിക്കോട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്ന ധന്യമായ ചടങ്ങ് ആരംഭിക്കുകയായി. സ്വാഗത ഭാഷണം കോഴിക്കോടിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം ആതിഥേയ സംഘത്തിന്റെ സാരഥി ശ്രീ MP ഇമ്പിച്ച അഹമ്മദിനെ സ്വാഗത ഭാഷണത്തിനായി സവിനയം ക്ഷണിക്കുന്നു. കേരളത്തിലെ ആധ്യാത്മിക രംഗത്ത് ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും ഇന്ന് കേരളത്തിലെ 600-ൽ പരം ഭാഗവത സപ്താഹ നവാഹ യജ്ഞങ്ങൾ നടത്തിയ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ വളരെ പ്രമുഖനുമായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ പള്ളിക്കൽ സുനിൽ. മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻറ്റും അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന അദ്ദേഹം 1980-ലാണ് ഞാനും സുനിലുമായി പരിചയപ്പെടുന്നത്. മാതൃഭൂമിയാണ് അതിൻ്റെ യുവാക്കളുടെ സംഘടനയാണ് മാതൃഭൂമി സ്റ്റഡി സർക്കിൾ. 80-ൽ ഞാനതിൻ്റെ ചീഫ് കോർഡിനേറ്ററായി ചുമതലയേൽക്കുന്നു. 81-ൽ സുനിലുമായി ആലപ്പുഴയിൽ വെച്ച് പരിചയപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ വന്ന ഒരു ലേഖനം, ആ ലേഖനമാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഈ ആത്മീയ രംഗത്ത് 600-ൽ പരം യജ്ഞങ്ങൾ നടത്തുക എന്ന് പറഞ്ഞത് അദ്ദേഹം ഗിന്നസ് ബുക്കിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ ഒരു ശിഷ്യ ഗണത്തിൽപ്പെട്ട ഒരാളിനെ ആദരിക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു കടമയാണ് എന്നുള്ളത് കൊണ്ട് ആണ് ഈ കോഴിക്കോട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അദ്ദേഹം മാതൃഭൂമിയുമായി വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ചന്ദ്രേട്ടനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ എന്തായാലും ഞാൻ വരും, തീർച്ചയായിട്ടും വരാം എന്ന് ചന്ദ്രേട്ടൻ പറയുകയും അദ്ദേഹം ഇവിടെ എത്തിക്കുകയും ചെയ്തു. ഈ ഒരു പരിപാടിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഗവർണറോട് ഞാൻ സൂചിപ്പിച്ചപ്പം ഗവർണർ പറഞ്ഞു, എനിക്കറിയാം സുനിലിനെ, എൻ്റെ നാട്ടുകാരനാണ്, ആലപ്പുഴ ജില്ലക്കാരനാണ്, എനിക്കറിയാവുന്ന ഒരാളാണ്, ഞാൻ എന്തായാലും വരാം. കഴിഞ്ഞ 8-ാം തീയതിയാണ് നമ്മൾ ഈ ചടങ്ങ് വെച്ചതെങ്കിലും ഗവർണർക്ക് അവിചാരിതമായി വന്ന ചില സാങ്കേതിക കാരണങ്ങൾ ആ ഡേറ്റ് ഒന്നും മാറ്റേണ്ടി വന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുകയും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു ദിവസമെന്ന് പറയാൻ കാരണം നമ്മൾ ബഹുമാന്യനായ കോഴിക്കോടിൻ്റെ സ്വകാര്യ അഹങ്കാരമായ പിള്ളസാറിന് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൗകര്യം മുൻനിർത്തിക്കൊണ്ട് സമഗ്രമായ സംഭാവനക്കുള്ള ഒരു അംഗീകാരം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ഇന്ന് ആദരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് ഇന്ന് കോഴിക്കോട്ടെ ഈ പരിപാടിക്ക് പങ്കെടുക്കുക. 2 പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഉടനെ നേരെ അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഈ പങ്കെടുത്ത ബഹുമാനായ പ്രയാസപ്പെട്ട് പെടുത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഗവർണറെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. സുനിലിനെ പരിചയപ്പെടുത്തുന്നത് SNDPയുടെ കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ ശ്രീ സുധീഷാണ്. അതുപോലെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷനുമായ MS ഭുവനചന്ദ്രൻ ജിയാണ് ആശംസകൾ സംസാരിക്കുന്നത്. കാലിക്കറ്റ് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ, അദ്ദേഹം എഴുത്തുകാരനാണ്, ഗായകനാണ്, ചിത്രകാരനാണ്, എല്ലാ നിലക്കും പ്രശസ്തനായ വിനീഷ് വിദ്യാധരനുണ്ട്. അതുപോലെ തന്നെ ശിവസേനയുടെ
കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഹരിനാരായണൻ നമ്പൂതിരി ഈ ചടങ്ങിൽ ആശംസകൾ നേരെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുനിൽജിക്കുള്ള പ്രശസ്തി പത്രം സമ്മാനിക്കുന്നത് മാതൃഭൂമിയുടെ ബഹുമാന്യനായ ചെയർമാൻ ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും സമ്പന്നർ കൂടിയ ആൾക്കാരാണ്. ഞങ്ങളുടെ രാജ്ഭവനിൽ ഒരു ഹെലിപ്പാഡുണ്ട്. ഗവർണർക്ക് നിയമപ്രകാരം ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ അവകാശവുമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു, അത് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിലെ ഗവർണർക്ക് അങ്ങനെ പണം ചെലവഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അടിയന്തര ഘട്ടം വരാത്തത് കൊണ്ട് ഇതുവരെ ഞാൻ ഈ 3.5 കൊല്ലമായി, എൻ്റെ കാലാവധി ഏതാണ്ട് കഴിഞ്ഞതാണ്, ഞാൻ ഇതുവരെ ഹെലികോപ്റ്റർ സ്പെഷ്യൽ ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ മറ്റുള്ളവരെ മോശമാക്കാൻ പറയുന്നതല്ല. നമ്മുടെ കയ്യിൽ വരുന്ന പൊതുപണം അത് അത്യാവശ്യം അതെല്ലാം നോക്കി ചെയ്യേണ്ടതാണെന്നുള്ള ഒരു പൗരബോധത്താൽ നയിക്കപ്പെടുന്നത് കൊണ്ടാവാം ഞാൻ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, എനിക്ക് പരിചയമില്ല ഈ വിളിക്കാൻ വന്നവർ ഗോവ രാജ്ഭവനിൽ, പക്ഷെ അവർ വലിയ ആളുകളാണെന്നുള്ളത് കൂടെ വന്ന ആൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അവരപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി, ഞാൻ ഗവർണറായ ശേഷം ആദ്യമായിട്ടാണ് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ വരുന്നത്. അപ്പോൾ വന്ന ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ പ്രകാശനവും ഇതുപോലെ 2 തവണ മാറ്റിവെച്ചേണ്ട അതിൽ ഞാൻ പങ്കെടുത്തു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ADC സാറേ ഇത് നടക്കില്ല, കാരണം 8 മണിക്ക് എയർപോർട്ടിൽ നിന്ന് പോകണം, അതിനനുസരിച്ച് അവിടെ ചെന്നെങ്കിൽ മാത്രമേ ഇറങ്ങാൻ സമ്മതിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് 8 മണിക്കുള്ളിൽ അവിടെ എത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ടാണല്ലോ ചന്ദ്രേട്ടനൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ട് തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്നെ എനിക്ക് ഭുവനേന്ദ്രൻ എൻ്റെ തിരുവനന്തപുരം കണ്ട ഏറ്റവും നല്ല സംഘാടകരിലൊരാളാണ്. പൗർണമിക്കാവിൻ്റെ ഉൾപ്പെടെ എനിക്കറിയാം. സുനിൽ അവിടെ സ്ഥിരം എപ്പോഴും എല്ലാ പരിപാടിക്കും ഉണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ കൈതപ്പുറം നമ്മുടെ ഈ മണ്ണിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ ഒരാളാണ്. എല്ലാത്തിനും വിളിച്ചാൽ വരുന്ന ആൾ. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ്, ഞാൻ എല്ലാ പേരുകളും പറയുന്നില്ല. സുനിലിൻ്റെ പരിപാടിയിൽ SNDPയുടെ ആയാലും ഇന്നലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കണ്ടതാണ്. പിന്നെ താക്കോലാത് വിശേഷിപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യമായി താക്കോൽ തുറന്നാലത്തിന് കിട്ടുമായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു കുടുംബ സരസ് പോലെ എനിക്ക് തോന്നുന്നു. സുനിലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 600ഓളം ഭാഗവത യജ്ഞം നടത്തിയെന്ന് പറഞ്ഞാൽ കേരളത്തിലത് അപൂർവമായൊരു റെക്കോർഡാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് സ്ഥലം ഇപ്പോൾ ഓർക്കുന്നില്ല, ഉമ്പർനാട് പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് മാറി നിന്ന് കേട്ടപ്പോഴാണ് അതിനെപ്പറ്റി വിശദീകരിക്കുന്ന അവസരത്തിൽ വർത്തമാനകാല സമൂഹത്തെയും പ്രശ്നങ്ങളെയും ബന്ധപ്പെടുത്തി ഭാഗവതത്തിന് ആഖ്യാനവും വ്യാഖ്യാനവും നൽകിക്കൊണ്ട് അത് നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും വലിയൊരു കാര്യമാണ്. അത് മലബാറിലും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ധാരാളം നടന്നതായി ആ ലിസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഭാഗവത യജ്ഞം എല്ലാ മാസങ്ങളിലും നടത്തി വരുന്ന പഴയ കുടുംബങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത്. അവിടെ അതിനെ ഈ നിലയ്ക്ക് വർത്തമാന സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അതിന് ആഖ്യാനം നൽകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിന് ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. മാതൃഭൂമിയുടെ പ്രൊഡക്റ്റാണ്. ചന്ദ്രേട്ടൻ ഓർമ്മയുണ്ടാവുമെന്നറിയില്ല, മാതൃഭൂമിയോടെയാണ് സുനിൽ കേരളത്തിൽ അറിയപ്പെട്ടത്.
ഒരു കാലഘട്ടത്തിൽ മാതൃഭൂമിയുടെ നടത്തിയ കലാമേളയിൽ അദ്ദേഹം കലാതിലകമായി 3 തവണ, അതിനോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് ഒരെണ്ണമെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നു, 3 തവണ കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഏതെങ്കിലും മതത്തിൻ്റെയോ ഭാഗവതത്തിൻ്റെയോ അല്ലെങ്കിൽ ഭുവനേന്ദ്രൻ ചേട്ടൻ്റെ അവിടെയുള്ള പൗർണമിക്കാവിൻ്റെ ഒന്നും സ്വകാര്യ സ്വത്തല്ല, ഈ നാടിൻ്റെ പൊതുസ്വത്താണ്. വേണമെങ്കിൽ പറയാം പൗർണമിക്കാവിൻ്റെ മുത്താണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം നമ്മുടെ പൊതുസ്വത്ത് കൂടിയാണ്. ആ പൊതുസ്വത്തായ മനുഷ്യന് ഇവിടെ സ്വീകരണം നൽകുമ്പോൾ കോഴിക്കോട് നമ്മളെല്ലാവരും സ്വയം ആദരിക്കപ്പെടുകയാണ്. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഉയരങ്ങൾ തേടിയെത്തുമ്പോൾ പകരങ്ങൾ നൽകി അയക്കുന്ന ഒരു നാടാണിത്. പക്ഷേ ഉയരങ്ങളിലേക്ക് പോകുമ്പം എൻ്റെ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു കവിതാശകലമുണ്ട്. ആ കവിതാശകലത്തിൽ അദ്ദേഹം പറയുന്നത് ഒട്ടേറെ അതിൻ്റെ ചുരുക്കം ഇതാണ്, ഹിന്ദി കവിതയാണ്. ഒട്ടേറെ ഉയരങ്ങൾ എന്നെ തേടിയെത്തി, ഞാൻ പകരങ്ങളൊക്കെ നൽകി തിരിച്ചയച്ചു, പകരങ്ങളൊക്കെ ഉയരങ്ങളായി. പക്ഷെ എനിക്ക് ഇപ്പോഴും ഉയരങ്ങളല്ല വേണ്ടത്, ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണാണ്. ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഞാൻ കാലുറച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുക. നിങ്ങളുടെ ഹൃദയത്തുടുപ്പും എൻ്റെ ഹൃദയത്തുടുപ്പും ഒന്നായിത്തീരുന്നത് ആ നിമിഷങ്ങളിലാണ്. എനിക്ക് നിങ്ങളെ ആശ്ലേഷിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉയരങ്ങളെക്കാൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ നമ്മുടെ പഴയ മുൻ പ്രധാനമന്ത്രിയുടെ കവിത്വമുള്ള വാക്കുകൾ ഞാൻ ഓർക്കുന്നു. സുനിൽ, തീർച്ചയായും പള്ളിക്കൽ സുനിൽ ഉയരങ്ങൾ അദ്ദേഹത്തെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോഴും ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മറക്കാത്ത, നമ്മളെ ആരെയും മറക്കാത്ത, അദ്ദേഹത്തെ വളർത്തിയെടുത്ത മാതൃഭൂമിയെ മറക്കാത്ത ഈ ധന്യാത്മാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രയാണത്തിൽ സർവശക്തൻ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായി തുടക്കം കുറിച്ചതായി ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഏറെ സ്നേഹം സാർ. ബഹുമാന്യനായ ഗവർണർ ശ്രീധരൻപിള്ള സാറിന് ഡോക്ടറേറ്റ് ലഭിച്ചതിന്റെ സന്തോഷ സൂചകമായി കോഴിക്കോട് പൗരാവലിയുടെ ഉപഹാരം നൽകുന്ന ചടങ്ങാണ് ഇത്. നിർവഹിക്കുന്നത് മറ്റൊരു സവിശേഷ വ്യക്തിത്വം, ശ്രീ എം വി കുഞ്ഞാമു, ഇൻഡോ അറബ് കോൺഫെഡറേഷൻ എന്ന ആഗോള സംഘടനയുടെ ചെയർമാനും മറ്റ് നിരവധി സംഘടനകളുടെ സാരഥിയുമായ കുഞ്ഞാമു അവറുകളെ ക്ഷണിക്കുന്നു. ഒപ്പം ശ്രീധരൻപിള്ള സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധത്തിൽ ഒരാളുമാണ് കുഞ്ഞാമു സാർ എന്നതും ഇവിടെ ഷെയർ ചെയ്യട്ടെ. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലുള്ള സംഗതി. അച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജാനകി വല്ലഭം. ഏറ്റവും വന്ദനീയമായ നമ്മളെ സുനിൽജി കൈതപ്പുറം, ചന്ദ്രേട്ടൻ, നമ്മളെ മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീധരൻ പിള്ളാജി, കാലിക്കറ്റിൽ അല്ലെങ്കിൽ ആർക്ക് ചോദിച്ചാൽ ഇവിടെ ഗവർണർ ആരാ പറഞ്ഞാൽ ശ്രീധരൻ പിള്ള ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ എനിക്ക് അധ്യക്ഷം വഹിക്കാൻ സാധിച്ചത് ഞാൻ കോഴിക്കോടുകാർക്കും ഈ സംഘാടകർക്കും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതാണ് കോഴിക്കോട്, സ്നേഹത്തിൻ്റെ നഗരമാണ് കോഴിക്കോട്. ഇത് തെളിയിച്ചിരിക്കുന്നു. ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ഇവിടെ താമസിക്കുക, എല്ലാ അംഗീകാരവും കിട്ടുന്ന ഒരു നഗരമാണ് കോഴിക്കോട്. അത്രമാത്രം പറയാനുള്ളൂ. കാരണം എല്ലാവരും കുറേ നേരത്തെ വന്നതാണ്, എല്ലാവർക്കും പോകാനുണ്ടാവും. പിന്നെ ചന്ദ്രേട്ടനും കൈതപ്പുറമൊക്കെ സംസാരിക്കാണ്ട് എല്ലാവരും ഞാൻ ഈ വേദിയിൽ വന്നതിൽ ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യണം. പ്രമുഖ വ്യക്തിയെ കോഴിക്കോട്ടെ നല്ലവരായ ഒരു കൂട്ടം സഹോദരരെ ചേർന്ന് ആദരിക്കുകയാണ്. ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ശ്രീ ഇമ്പിച്ച അഹമ്മദിനെയും സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഡോക്ടർ പള്ളിക്കൽ സുനിൽ 600-ൽ പരം ഭാഗവത സപ്താഹ യജ്ഞങ്ങളിലൂടെ ഈടുറ്റ പ്രഭാഷണം നടത്തിക്കൊണ്ട് ആധ്യാത്മിക രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. ആധ്യാത്മിക പ്രഭാഷണം ഒരു വ്രതം പോലെ ഏറ്റെടുത്ത് ശ്രീ സുനിൽ ഒരു വലിയ ജനസമൂഹത്തെ നന്മയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാതൃഭൂമിയുമായി ശ്രീ സുനിൽ വേദനിക്കാൻ കഴിയാത്ത അടുത്ത ബന്ധമുണ്ട്.
എന്ന് പറയാൻ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു ശ്രീ സുനിൽ. ആ സമയത്ത് തന്നെയാണ് ശ്രീ ഇമ്പിച്ചമ്മ സ്റ്റഡി സർക്കിളിൻ്റെ ചീഫ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നത്. ഈ വേദിയിൽ സന്നിഹിതരായ കൈതപ്പുറവും ഒരു കാലത്ത് മാതൃഭൂമിയുടെ ഭാഗമായിരുന്നു എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. മാതൃഭൂമി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ കരുത്തും പൈതൃകവും പ്രവർത്തന വീര്യവും പകർന്നു കിട്ടിയവരാണ് ശ്രീ കൈതപ്പുറവും ഡോക്ടർ സുനിലും ശ്രീ ഇമ്പിച്ചി ബാബയും എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. മാതൃഭൂമിയുടെ ഇതിൽ ഞാൻ പ്രൂഫ് വഹിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ മുത്തുകൾ വലിയ വലിയ ആൾക്കാരുടെ കഥകൾ, കവിതകൾ ഒക്കെയായിരുന്നു. അതൊക്കെയാണ് എന്നെ വളർത്തിയത്. ശരിക്കും ഒരു ധൈര്യം തന്നതായിരുന്നു. വലിയ ഇമ്പിച്ചകമത് ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഈ മറ്റേ സ്റ്റഡി സർക്കിളും ഒക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു. എൻ്റെ സുനിലിനെ ഞാൻ എങ്ങനെയാണ് നല്ല വാക്കുകൾ പറയുക, എൻ്റെ സുനിലിനെ ഞാൻ എങ്ങനെയാണ് പുകഴ്ത്തുക, ഒന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ സ്വന്തമാണ് സുനിൽ. എത്രയോ വർഷമായിട്ട് ഞങ്ങൾ ഒന്നാണ്. കാരണം എപ്പോഴും വായനയ്ക്ക് ഈ പറഞ്ഞ 600 വായനകളിലെ സപ്താഹങ്ങളിൽ ഒരു 100-200 ഞാൻ വിളക്ക് കൊളുത്തി തുടങ്ങിയതാണ്. അത്ര അടുപ്പാണ് ഞങ്ങൾ തമ്മിൽ. ആരൊക്കെ ഉണ്ടായാലും ഞാനുണ്ടായെങ്കിലേ വരുള്ളൂ എന്ന് പറഞ്ഞ അത്രയും അടുപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും മഹാത്മാവായിരുന്ന മള്ളിയൂർ തിരുമേനിയുടെ ശിഷ്യരാണ്, മക്കളാണ്. അദ്ദേഹം സമാധിയാവുമ്പോൾ ആ ചന്ദനത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത എരിയുമ്പോൾ അന്ന് അവിടെ വെച്ച് ഈ വായന നിർത്താൻ പോവുകയാണ് എന്ന് സുനിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടുന്നാണ് തുടങ്ങേണ്ടതെന്ന്. കാരണം അദ്ദേഹം നിർത്തിയിട്ടുള്ള ദിക്കുന്ന സുനിലിന് തുടങ്ങണം, അതാണ് സുനിലിൻ്റെ ചുമതല എന്ന് ഞാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അന്ന് നിർത്തിയേനെ വായന. വലിയൊരു മനസ്സുള്ള സ്നേഹസമ്പന്നനായ ആളാണ് സുനിൽ. ഒന്നും പറയാനില്ല, അത്രയും അടുപ്പാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ആ അടുപ്പത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ഞാൻ എന്തൊക്കെയോ പരിപാടികൾ മാറ്റിവെച്ചിട്ട് ഇന്ന് ഇമ്പിച്ചാബുവിൻ്റെ പരിപാടി നിലനിൽക്ക് സുനിലിൻ്റെ പരിപാടി എത്തിയത്. അത്ര എൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്, എൻ്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്, എൻ്റെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് സുനിൽ. എം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതുരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി എന്നാണ്. ഈ സ്വന്തം മോൻ യാത്ര പറയാതെ ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാം അറിയുന്ന വ്യാസൻ മോനേന്ന് വിളിച്ചുപോയി. ആ മോനേന്ന് വിളിക്കുന്ന വിളിയിൽ പക്ഷേ മകൻ മാത്രം മിണ്ടിയില്ല. ഈ സർവ്വചരാചരങ്ങളും അതേപോലെ ഇലകൾ മറുപടി പറഞ്ഞു അച്ഛാന്ന്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഞാൻ ചരാചരങ്ങളുടെ അച്ഛനാണെന്ന്. എൻ്റെ ഒരു കുട്ടിയുടെ മാത്രം അച്ഛനല്ല, ഞാൻ ലോകത്തിൻ്റെ മുഴുവൻ അച്ഛനാണെന്ന് വേദവ്യാസന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. ഭാഗവതത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാനില്ല. ആ ഒരു യാത്ര എന്ന് പറയുന്നതാണ് യാത്രയായി കണ്ണീരിൽ മുങ്ങി ശുദ്ധനാമുണ്ണിതൻ ദേശാടന വേളയായി എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഭാഗവതത്തിൻ്റെ ബേസാണ്. ഭാഗവതത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത ഭാരതത്തിലെ ഒരു കവി ഉണ്ടാവില്ല. ഭഗവാൻ എന്നോ ഭാഗവതം എന്നോ രാധാകൃഷ്ണ പ്രേമെന്നോ പറയാത്ത ഒരു മനുഷ്യനും ഒരു കവിയും ഈ ഭാരതത്തിൽ എഴുതിയിട്ടില്ല. അദ്ദേഹം ഗവർണർ പറഞ്ഞ പോലെ മുത്താണ്.
മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റിയ നന്മണിച്ചിപ്പിയെ പോലെ ഞാൻ ഇന്ന് ഒരിക്കൽ പറഞ്ഞു. അതേപോലെ ആ ഒരു സ്നേഹത്തിൻ്റെ മഴത്തുള്ളിയാണ് ഉപാസിച്ച് സുനിൽ ഭാഗവതത്തിൻ്റെ മുത്തായി മാറിയത്. ആ ഉപാസനയാണ് ഭാഗവതം മുത്തായി മാറ്റിയത് സുനിലിനെ. ആ സുനിലിൻ്റെ പാദങ്ങളിൽ എൻ്റെ ശിഷ്യനാണെങ്കിലും ഞാൻ ആ പാദങ്ങളിൽ തൊടുന്നു, നമസ്കരിക്കുന്നു. ഈ കോഴിക്കോടിൻ്റെ ആദരവിൽ ഞാനും എൻ്റെ സുനിലിനെ കെട്ടിപ്പിടിക്കുന്നു, ആദരിക്കുന്നു. ദൂരെ നിന്ന് കാണുകയും അതിൻ്റെ ഔന്നത്യം മനസ്സിലാക്കുകയും അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ പുണ്യം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. 600-ലേറെ വേദികളിൽ ഭാഗവത സപ്താഹങ്ങളും നവാഹ യജ്ഞങ്ങളും നടത്തി ജനമനസ്സുകളിൽ ആത്മീയത സന്നിവേശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. കോഴിക്കോടിൻ്റെ ഈ ഒരു സാംസ്കാരിക സായാഹ്നത്തിൽ വെച്ച്, ധന്യമായ ഈ വേദിയിൽ വെച്ച് പൗരപ്രമുഖരും സാംസ്കാരിക നായകരും ഉൾപ്പെടെയുള്ള സജ്ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അവരോടൊപ്പം ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ശ്രീ ഇമ്പിച്ചി അഹമ്മദ് അവറുകളുടെ ഈ ഒരു വേദിയിൽ വെച്ച് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സിനെ ആദരിക്കാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്നത്തെ വേദി എല്ലാം കൊണ്ടും പൂർണ്ണതയിലെത്തിയ ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിലും ഇതിന്റെ സംഘാടകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ശ്രീ പള്ളിക്കൽ സുനിൽജി ഇനിയും ധാരാളം കാലം ഈ സമൂഹത്തെ സേവിച്ചുകൊണ്ട് കേരളത്തിന്റെ ആധ്യാത്മിക സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്കെല്ലാം ഊർജം പകർന്ന രീതിയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും എത്തട്ടെ. നമ്മെ എല്ലാം ധന്യമാക്കി ആത്മീയ വിഹായസിൽ നമ്മെ നയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. സുനിൽജി ആധ്യാത്മിക രംഗത്ത് ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഗവർണർ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിന് അനുസരിച്ചത് അത് കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കാരായാലും മുതിർന്നവർക്കാരായാലും എങ്ങനെയാണ് ഈശ്വരവിശ്വാസം അത് വേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുത്ത് അതൊരു കഥയായിട്ട് മാത്രമല്ല, അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴും നവാഹം നടത്തുമ്പോഴും സപ്താഹം നടത്തുമ്പോഴും അല്ലെങ്കിൽ ശിവപുരാണം നടത്തുമ്പം അതെല്ലാം തന്നെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിരവധി അനുഭവ കഥകളുടെ അടിസ്ഥാനത്തിൽ അത് കേൾക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അത് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, ആ അനുഭവ കഥകൾ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന പ്രഭാഷണ പരമ്പരകളാണ് ഈ 600ഓളം സപ്താഹങ്ങളിൽ അല്ലെങ്കിൽ ശിവപുരാണങ്ങളിലായാലും നവാഹങ്ങളിലായാലും സുനിൽജി നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കോഴിക്കോട് നഗരത്തിൽ ഇതേപോലെ ഒരു സ്വീകരണം ഒരുക്കിയ ഈ നഗരത്തിനും ഇതിന് നേതൃത്വം കൊടുത്ത എംപിച്ച് അത് മറ്റ് സംഘാടകർക്കും എല്ലാവിധമായ വലിയ ഒരു കർമ്മമാണ് നടത്തിയിരിക്കുന്നത്. സുനിൽജിക്ക് ഇനിയും 600 അല്ലെങ്കിൽ 1000 ഇതേപോലുള്ള പുരാണങ്ങൾ സമൂഹത്തിന് നടത്താൻ സാധിക്കട്ടെ. അതിനെല്ലാവിധമായ ഈശ്വരീയ അനുഗ്രഹവും എല്ലാ ദൈവിക ശക്തികളുടെ അനുഗ്രഹവും വന്നു ചേരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി സർ. പി ഭാസ്കരൻ മാസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനത്തിൽ എഴുതിയൊരു വരിയുണ്ട്. മതങ്ങൾ കെട്ടിയ മതിലുകൾക്കുള്ളിൽ മർത്യൻ മരിച്ചു വീണപ്പോൾ എന്ന് പറയുന്ന ഒരു ഗാനം. അപ്പോൾ പലപ്പോഴും ഇമ്പിച്ചക്കയെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് ആ വരികളാണ് ഓർമ്മ വരുന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ വലിയൊരു കാര്യമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇമ്പിച്ച അഹമ്മദ് നേതൃത്വം കൊടുത്ത് 600-ലധികം ഭാഗവത സപ്താഹം ചെയ്തിട്ടുള്ള ശ്രീ സുനിൽജിയെ ആദരിക്കുന്നു എന്ന് പറയുന്നത് ഈ പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ അതിജീവിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നീ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് പരിപൂർണ നിർബന്ധമുണ്ടായിരുന്നു. എന്നെ ഈ വേദിയിൽ ക്ഷണിച്ചതിന് വളരെ നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഭഗവത്ഗീതയും ഭാഗവതവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഗീതയിൽ 18 അധ്യായങ്ങളും
ഏതാണ്ട് 700 ശ്ലോകങ്ങളുമാണുള്ളത്. എന്നാൽ ഭാഗവതത്തിൽ 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളുമുണ്ട്. അത്രമാത്രം വ്യാപ്തി നിറഞ്ഞാണ്. പക്ഷെ ഭാഗവതവും ഗീതയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം, ഭാഗവതം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും വളരെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണെങ്കിൽ ഗീത പലപ്പോഴും അതിൻ്റെ കുറച്ച് സ്കോളേഴ്സും അതുപോലെ അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ അതിൻ്റെ സ്പിരിച്വൽ മെസ്സേജസ് നിത്യജീവിതത്തിൽ നമ്മൾ എടുക്കാനുമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഭാഗവതം കുറച്ചും കൂടി സ്പിരിച്വൽ റിബലേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഭാഗവതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അത്രയും വിപുലമായൊരു സംഗതി 600-ലധികം വേദികളിൽ യജ്ഞം നടത്തിയെന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഈ ഒരു ആദരവ് അദ്ദേഹം അറിയിക്കുന്നതാണ്. ഇനിയും ഒരുപാട് വേദികളിൽ ഇതുപോലുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഗീതയിൽ പറയുന്ന പോലെ നക്കശിത് ക്ഷണമഭി ജാതുദുഷ്ടത്യ കർമ്മകൃത്, ഒരിക്കലും മനുഷ്യന് കർമ്മം ചെയ്യാതിരിക്കാൻ മനുഷ്യന് സാധിക്കില്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നു നഹി ദേഹ വൃതാശിക്കും തെക്തും കർമാണി ശേഷത ഹസ്തു കർമ്മ ഫലത്യാഗി സത്യാഗീത വിധീയതേ. അതായത് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, കർമ്മത്തിൻ്റെ ഫലം പ്രതീക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഗീതയും ഭാഗവതമൊക്കെ ഇനിയും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ശ്രവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇമ്പിച്ചിക്കെ പോലെയുള്ള ഒരുപാട് പേരെ കൊണ്ട് ഈ ലോകം സമ്പുഷ്ടമാകട്ടെ എന്നും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പള്ളിക്കൽ സുനിൽജിയുടെ ഒരുപാട് കാലമായിട്ട് നേരിട്ട് പരിചയമുണ്ട്. അപ്പം ഈ കലികാലത്ത് ഈ നമ്മളൊരു നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പുണ്യകർമ്മമായിട്ട് കാണുന്ന ഈ കാലത്ത് നമ്മൾ ഭാഗവതം വായിക്കുക അല്ലെങ്കിൽ ഭാഗവതം കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത്രയും പുണ്യവും ഭക്തിയും ഭഗവാന്റെ അല്ലെങ്കിൽ ആത്മീയമായിട്ട് എല്ലാ കാര്യങ്ങളും എത്തുന്നു എന്നാണ് പറയുക. അപ്പം ഒരു ഭാഗവതത്തിലെ ഒരു അധ്യായം പോലും കേൾക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ വായിക്കാൻ സാധിച്ചാൽ അത്രയും പുണ്യം എന്ന് പറയുന്ന ഈ കാലത്ത് 600ഓളം ഭാഗവത സപ്താഹ യജ്ഞങ്ങളും മറ്റു പ്രഭാഷണങ്ങളും നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം അദ്ദേഹം അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഭാഗവതത്തിനെ പറ്റി മറ്റു അറിയുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ആദരവ് നൽകാൻ സാധിച്ചത് തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വേദിയിൽ നമ്മൾ പാലായി തന്നെ തീർത്ത ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, അതുപോലെ തന്നെ ക്ഷേത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന ശ്രീ പൗർണമിക്കാവ് ട്രസ്റ്റ് എം എച്ച് ഭുവനചന്ദ്രൻ, അദ്ദേഹം പൗർണമിക്കാവ് മാത്രമല്ല ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് ജീവൻ നൽകി ഒരു ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ HNDP യോഗത്തിൻ്റെ ചുറ്റീശേട്ടൻ, അദ്ദേഹത്തിനെയും കോഴിക്കോട് നിന്ന് ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ആളാണ്. അങ്ങനെ എല്ലാവരെയും ഈ വേദിയിൽ എത്തി കണ്ടതിൽ വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ നേരത്തെ ഇവിടെ എല്ലാവരും ശ്രീധരമണ സാറൊക്കെ സൂചിപ്പിച്ച പോലെ ഈ 600 എന്നുള്ളത് 1000, 1500, 2000 എല്ലാം കഴിയട്ടെ അദ്ദേഹത്തിന്. അതിനെല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ട് കോഴിക്കോട് വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിനെ ആദരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയെ ധന്യമാക്കിയ ഗോവ ഗവർണറും എഴുത്തുകാരനുമായ ശ്രീ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാർ, മാതൃഭൂമിയുടെ ചെയർമാൻ ശ്രീ PV ചന്ദ്രൻ അവർകൾ, എനിക്ക് ഗുരുസ്ഥാനീയനായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തൃപ്പാദങ്ങൾ, എനിക്ക് ജ്യേഷ്ഠ സഹോദരനും ഗുരുവും ഒക്കെയായ പൗർണമിക്കാവ് ക്ഷേത്രത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ആദരണീയനായ ശ്രീ MS ഭുവനേന്ദ്രൻജി, 45-ലധികം വർഷങ്ങളുമായി ബന്ധമുള്ള ഈ ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകനായ 18, 19, 20 വയസ്സിലൊക്കെ ഞങ്ങളുടെ ഗുരുവായി നിന്ന് ഞങ്ങളെ നയിച്ച ശ്രീ MB ഇംബിച്ച് അഹമ്മദ്, ബഹുമാന്യനായ ശ്രീ സുധീഷ്, ശ്രീ വിനീഷ്, ശ്രീ ഹരിനാരായണൻ നമ്പൂതിരി, സ്നേഹമുള്ള
സഹോദരീ സഹോദരന്മാരെ, വിനീതമായ പ്രണാമം. കോഴിക്കോട് ദേശത്ത് പണ്ടെത്തുന്നത് മാതൃഭൂമി ഓഫീസിലെത്തി യശസ്വരീയനായ ശ്രീ എം പി വീരേന്ദ്രകുമാർ സാറിനെയും ഇംപിച്ച് അഹമ്മദിനെയും കാണാനാണ്. ഞങ്ങളൊക്കെ വരുന്നത് യുവരശ്മി എന്ന 6 കോളം പേജ് 8 കോളമാക്കി തരാമോ എന്ന് ചോദിക്കാനാണ്. 1988 കാലഘട്ടത്തിലൊക്കെ അവരുടെ പേര് പത്രത്തിൽ അച്ചടിച്ച് വരിക, ഫോട്ടോ പ്രിന്റ് ചെയ്ത് വരിക ഒക്കെ ഒരു ഓസ്കാറാണ്. അന്ന് കേരളത്തിലെ 14 ജില്ലകളിലും സഞ്ചരിച്ചും സംസാരിച്ചും സംഘടിപ്പിച്ചും 3 സായാണ്. ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ശ്രീ എം പി ഇംപിച്ച് അഹമ്മദ്. ഈ വർഷത്തെ മാതൃഭൂമി ഓണപ്പതിപ്പിൽ എൻ്റെ ഒരു സുഹൃത്തായ ശ്രീ പരവൂർ ഉണ്ണി നമ്മുടെ യജ്ഞത്തെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനം കണ്ടിട്ട് ഇംപിച്ച് അഹമ്മദ് എന്നെ ഫോണിൽ വിളിക്കുകയും, നിങ്ങൾ 600 യജ്ഞങ്ങൾ പൂർത്തിയാക്കിയത് ഞാൻ മാതൃഭൂമിയിൽ വായിച്ചാണോ അറിയേണ്ടത്? നമ്മൾ എത്രയോ പ്രഭാഷണങ്ങൾ അന്നത്തെ കാലത്ത് നടത്തിയതാണ്, അതുകൊണ്ട് കോഴിക്കോട് വരണം, കോഴിക്കോട് പൗരാവലിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ക്ഷണം ഞാൻ സ്വീകരിച്ചത്. ഒപ്പം ആരെയെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? ശ്രീ പി വി ചന്ദ്രൻ സാറും ശ്രീധരൻപിള്ള സാറും കൈതപ്രം തിരുമേനിയും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഭുവനേന്ദ്രൻജി ഇപ്പോൾ ഈ എല്ലാവരും സൂചിപ്പിച്ച പൗർണമികാവ് ക്ഷേത്രത്തിലൂടെ ജാതി മത വർഗ വർണ്ണ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു വലിയ സംസ്കാരം ലോകത്തിന് എത്തിക്കാൻ 51 അക്ഷര ദേവതകളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു മഹാക്ഷേത്രം ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്ന സമയമാണ് എന്ന് പറയുകയും, തീർച്ചയായിട്ടും ഞാനും അവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് ശ്രീ ഇംപിച്ച് അഹമ്മദ് പറയുകയും ഇന്നിങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തു. 41ാമത് അഖില ഭാരത ഭാഗവത സത്രത്തിൻ്റെ ഗുരുവായൂരെ വേദിയിൽ നിന്നാണ് ഇവിടെ എത്തിയത്. ഇന്നലെ തൃശ്ശൂരിൽ ഒരു ചടങ്ങ് ഭുവനേന്ദ്രൻജിയുമായിട്ടുണ്ടായി. ഇന്ന് രാവിലെ അവിടെ നിന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ശ്രീ ബിനുവും സാജനും, ഇവിടെ വന്നപ്പോൾ ശ്രീ പപ്പനും രാകേഷും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു സുഹൃത്ത് സംഗമമാണ്, ഒരു കുടുംബ സംഗമമാണ്. 600 ഭാഗവത സപ്താഹയജ്ഞങ്ങൾ, നവാഹയജ്ഞങ്ങൾ, കൈതപ്രം തിരുമേനി സൂചിപ്പിച്ച ഭാഗവത ഹംസം 90 വയസ്സിനുള്ളിൽ 2500 ഭാഗവത സപ്താഹയജ്ഞങ്ങൾ ചെയ്ത, നിഷ്കാമമായി ചെയ്ത മള്ളിയൂർ പൊന്നു തിരുമേനി ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം, അനുഗ്രഹപ്രകാരം തുടങ്ങി ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഈ വേളയിൽ കോഴിക്കോട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് വളരെയേറെ നേതൃത്വം കൊടുത്ത ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ, ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനമുള്ള, ഞങ്ങളൊന്നും മദ്യപിക്കാതെ സമൂഹം അരുത എന്ന് പറയുന്ന ഒരു കാര്യങ്ങളിലും പ്രവർത്തിക്കാതെ ഞങ്ങളെയൊക്കെ 88 കാലഘട്ടത്തിൽ മാതൃഭൂമിയിലൂടെ നയിച്ച ശ്രീ എം പി ഇംപിച്ച് അഹമ്മദിന് നൽകുന്ന ഞങ്ങളുടെ ഒരു സ്നേഹ ഉപഹാരം കൂടിയാണ് ഈ ചടങ്ങെന്ന് ഞാൻ വിനയാന്യതനായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ വെച്ച ഒരു 101 അംഗങ്ങളുടെ ഒരു വലിയ യോഗം സംഘടിപ്പിച്ച സമയത്ത് യശശരീരയായ എൻ്റെ അമ്മ ഇംപിച്ച് അഹമ്മദിനെ ഇങ്ങനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ പേരൊക്കെ ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ വന്നതാണല്ലോ, പക്ഷേ അവൻ്റെ അച്ഛൻ അത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല എന്ന് സൂചിപ്പിച്ചാൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. 1974 എൻ്റെ അച്ഛൻ മരിച്ചതാണ്. അച്ഛൻ പത്രപ്രവർത്തകനായിരുന്നു, മലയാള രാജ്യം പത്രത്തിലായിരുന്നു. എനിക്കും മാതൃഭൂമിയിലും ആകാശവാണിയിലും ദൂരദർശനിലുമൊക്കെ അന്ന് ജോലി ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. അപ്പോൾ ഭുവനേന്ദ്രൻജിയോട് ഞാൻ ഇന്നിവിടെ ഇരുന്ന ആ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ ശരീരം പോയെങ്കിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അച്ഛൻ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടാവും എന്നോട് സൂചിപ്പിച്ചു. അത് എൻ്റെ മനസ്സിലൊരു വലിയ തരംഗം സൃഷ്ടിച്ച സമയമായിരുന്നു. അല്പം മുമ്പാണ്, ഒരു 1.5 മണിക്കൂർ മുമ്പാണ്. ഞാൻ പറഞ്ഞു, ശരിയാണ്, എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു തന്നെ ഒരാൾ വന്ന് ഒരിക്കൽ എന്നെ പരിചയപ്പെടുകയുണ്ടായി. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ആ ആൾക്കൂട്ടത്തിലേക്ക് മറഞ്ഞു പോകുന്നതും ഞാൻ കണ്ടതാണ്. ഒരുപക്ഷെ അതൊക്കെ ഓർക്കാനായിരിക്കാം ഇങ്ങനെ ഒരു ചടങ്ങ്. 64 വയസ്സിലേക്ക് ഞാൻ എത്തുകയാണ്. ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയാൽ
എൻ്റെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും, അവരെ ആര് വിവാഹം കഴിക്കും എന്നൊക്കെ ചോദിച്ച സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ വീട്ടുകാർ ഒഴിച്ച്. എൻ്റെ ഭാര്യ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് ഇപ്പോഴും. മക്കളും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് വരണം എന്ന് പറഞ്ഞ് വീട്ടിലും ഇമ്പിച്ച അഹമ്മദ് ക്ഷണിച്ചു. പക്ഷെ മകൾക്ക് ഇന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് വരാഞ്ഞതാണ്. മള്ളിയൂർ തിരുമേനിയുടെ ശരീരം പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹ സ്രോതസ് ഇതിനെ നയിക്കുന്നു. എനിക്ക് നന്നായി അറിയാം. മള്ളിയൂർ തിരുമേനിയോടും കൈതപ്രം തിരുമേനിയോടും ചക്കുളത്തെ തിരുമേനിമാരോടും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഭുവനേന്ദ്രൻജി ഈ അക്ഷര ദേവതകളുടെ ക്ഷേത്രത്തിന് ബീജാവാപം നൽകിയത്. അതും നമ്മളെ കൂടുതൽ ദേവിയോടടുപ്പിക്കുന്നതിനും അക്ഷരവുമായി കൂടുതൽ ബന്ധപ്പെടുന്നതിനുമൊക്കെ ഇടയാക്കി. ഒരിക്കലും മറക്കാത്ത ഒട്ടനവധി വ്യക്തിത്വങ്ങളാണ് നമ്മളാക്കിയത്. അവരെല്ലാം ഇന്ന് ഈ സദസ്സിലുണ്ട്, വേദിയിലുണ്ട് എന്നുള്ളത് ഒരു അനുഗ്രഹദായകമായ കാര്യമായാണ് ഞാൻ ഓർക്കുന്നത്. ഭാരം കൂടിയ ത്രാസിൻ്റെ തട്ട് ഭൂമിയിലേക്ക് കുനിഞ്ഞു വരുന്നത് പോലെ, ഏറ്റവും കൂടുതൽ മാമ്പഴമുണ്ടാകുന്ന വൃക്ഷത്തിൻ്റെ ശിഖരം ഭൂമിയിലേക്ക് കുനിഞ്ഞു വരുന്നത് പോലെ, പാടത്ത് നെല്ലും പതിരുമുണ്ടായാൽ നെല്ല് കുനിഞ്ഞു വരുന്നത് പോലെ, വാഴ വെച്ചാൽ ഉടമസ്ഥന് വാഴപ്പഴം കൊടുക്കാൻ തയ്യാറാകുന്ന നിമിഷം മുതൽ വാഴക്കുലയുമായി ഉടമസ്ഥന്റെ മുന്നിലേക്ക് വാഴ കുനിഞ്ഞു വരുന്നത് പോലെ, മഴവെള്ളം ഒരിക്കലും ഉയർന്ന സ്ഥാനത്ത് നിൽക്കാതെ അത് താഴ്ന്ന ഇടം തേടി കുതിച്ചൊഴുകുന്നത് പോലെ, എളിമയും വിനയവും സേവനവും ത്യാഗവും തിയറിയല്ല, അത് പ്രാക്ടിക്കലാണെന്ന് അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്രമുണ്ട്. അവിടെയും ബാല്യകാലത്ത് പ്രസംഗിച്ചും എംപിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്ന കാലത്തും അതുണ്ട്. പിന്നെ റേഡിയോ ക്ലബും മാതൃഭൂമിയും, ഈ രണ്ട് പ്രസ്ഥാനങ്ങളാണ് നമ്മളാക്കിയത്. അതുകൊണ്ട് ഒട്ടനവധി ആളുകളുമായി പരിചയപ്പെടുവാനും ബന്ധപ്പെടുവാനും ഭുവനേന്ദ്രൻജിയുടെ നിർദ്ദേശപ്രകാരം ലണ്ടനിൽ പോയി നമ്മുടെ ഈ സന്ദേശമൊക്കെ അറിയിക്കുവാനും ഒക്കെ സാധിച്ച ഒരാളാണ് ഞാൻ. അതിന് ഇമ്പിച്ച അഹമ്മദ് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയപ്പോൾ ഭുവനേന്ദ്രൻജിയും കൈതപ്രം തിരുമേനിയും നിർബന്ധമായും ഈ വേദിയിൽ ഉണ്ടാകണം എന്ന് നമുക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത് പങ്കിട്ടു. ഇമ്പിച്ച അഹമ്മദുമായി ഗവർണറും ഞങ്ങളുമൊക്കെ ഒരേ നാട്ടുകാരാണ്, ഒത്തിരി വേദികളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ കോഴിക്കോട് വെച്ച് അത് നടക്കുമ്പോൾ, കോഴിക്കോട് മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന സംബോധന ചെയ്ത മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം സൂക്ഷിക്കുന്നത് കോഴിക്കോട് മാതൃഭൂമി ഓഫീസിലാണ്. കോഴിക്കോട് അന്ന് വരുമ്പോൾ തിരുവണ്ണൂരിലാണ് കൈതപ്രം തിരുമേനി താമസം. മാതൃഭൂമിയിലും കൈതപ്രം തിരുമേനിയുടെ ഇല്ലത്തും കയറാതെ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് പോയിട്ടില്ല. അതിനൊക്കെ നമ്മളെ ബന്ധപ്പെടുത്തിയതും ഇമ്പിച്ച അഹമ്മദാണ്. RM മനക്കിലാത്ത് സാർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രിയങ്കരനായി മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ചെങ്കിലും മാതൃഭൂമിയിലെ ഒരു അംഗമായി ശ്രീ വീരേന്ദ്രകുമാർ സാറും PV ചന്ദ്രൻ അവറുകളും PVജിയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുപ്പിക്കുന്നതിന് അത് കൂടുതൽ ഇടയായി. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സമൂഹത്തിൽ വേണ്ടാത്തത് ചെയ്യാൻ സാധിക്കില്ല. നമ്മളാക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് എത്തിക്കാൻ ഈ സ്ഥാപനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നന്ദിയോടെ ഓർക്കാൻ കൈതപ്രവും മാതൃഭൂമിയുമായുള്ള ബന്ധം, PVCയും മാതൃഭൂമിയുമായുള്ള ബന്ധം, ഇമ്പിച്ച അഹമ്മദുമായുള്ള ബന്ധം, അതൊക്കെ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് കണ്ടവർ എന്ന നിലയിൽ ആ 4 അക്ഷരമാകുന്ന വൃക്ഷത്തിൻ്റെ തണലിൽ നിന്ന് പൊതുരംഗത്തേക്ക് വരാൻ സാധിച്ചവർ എന്ന നിലയിൽ അതിനെ എന്നും നന്ദിയോടെ സ്മരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നമുക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. പൗർണമികാവിൻ്റെ സന്ദേശവും അതാണ്. നാനാജാതി മതസ്ഥർ അവിടെ എത്തുന്നു, ലോകത്തിന് സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രം. അതിന് കാരണക്കാരായവരെ വിസ്മരിക്കാതെ ഇമ്പിച്ച അഹമ്മദ് അത് സംഘടിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ചു. ശ്രീരംപിള്ള സാറിനോട് നമ്മുടെ അധ്യക്ഷനും പറഞ്ഞു, ഇമ്പിച്ച അഹമ്മദ് താക്കോലാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കലവറയാണ് ഈ കോഴിക്കോട്, അതിൻ്റെ താക്കോലാണ് ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് അദ്ദേഹം അവിടെ ഇരുന്ന സാന്ദർഭികമായി സൂചിപ്പിച്ചു. അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് അഷ്ടമി തിഥി തുടങ്ങിയ സമയമാണ്, അയ്യപ്പൻ്റെ നക്ഷത്രമായ ഉത്രമാണ്, സൂര്യൻ്റെ ദിവസമായ ഞായറാഴ്ചയാണ്. ഇതൊക്കെ ഒരു നിയോഗമായി വന്നതാണ്. ഇതിന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് ശ്രീ ഇമ്പിച്ച അഹമ്മദാണ്, എല്ലാവരെയും കൂടെ ഒന്ന് ഒരുമിച്ച് ചേർക്കാൻ. അപ്പോൾ അതിന് ഗവർണർ പറഞ്ഞതുപോലെ ആദ്യമായി ഒരുപക്ഷെ ഔദ്യോഗികമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും ഈ ചടങ്ങിലേക്കാണെന്നുള്ളതും നമുക്ക് അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. ഇമ്പിച്ച അഹമ്മദിൻ്റെ ആ സർഗ
ചേതനയ്ക്ക് മുന്നിൽ, സംഘാടക ശേഷിക്ക് മുന്നിൽ ഞങ്ങളൊക്കെ അന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആയിരങ്ങളെ സംഘടിപ്പിച്ച് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ യുവാക്കളുടെ, അന്നത്തെ യുവാക്കളെ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല, 10,000 ചെറുപ്പക്കാരെ ഒരുമിച്ച് ചേർത്ത് വലിയ ചടങ്ങുകൾ സംഘടിപ്പിച്ച മഹാത്മാവാണ് അദ്ദേഹം. ലീഡർ ശ്രീ കെ കരുണാകരൻ, ശ്രീ എസ് കൃഷ്ണകുമാർ, അവരെയൊക്കെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ഭേദമില്ലാതെ ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ അവരെയൊക്കെ ഉൾപ്പെടുത്തി വലിയ ചടങ്ങുകൾ സംഘടിപ്പിച്ചതിലൂടെയാണ് 3 പ്രാവശ്യം ലളിതഗാനം, പദ്യപാരായണം, പ്രസംഗം, നിമിഷപ്രസംഗം എന്നൊരു ചടങ്ങുണ്ടെന്ന്. വേദിയിൽ നിൽക്കുമ്പോഴേ വിഷയം പറയൂ, അപ്പം പ്രസംഗിച്ച് തുടങ്ങണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേദി ഒരുക്കി 3 പ്രാവശ്യമായപ്പോൾ ഞാൻ എംപിച്ചിനോട് പറഞ്ഞു, ചില ആളുകൾ നമ്മൾ ഉണ്ടെങ്കിൽ മത്സരിക്കാത്ത ഒരു സമയമായി. അപ്പം ഞാൻ എംപിച്ചിനോട് പറഞ്ഞു, ഇനിയും നമുക്ക് മത്സരിക്കേണ്ട, നമുക്ക് മുൻ നിരയിലിരുന്നത് കാണാം എന്ന് സൂചിപ്പിച്ചു. അതിനും അദ്ദേഹം അനുവദിക്കുകയുണ്ടായി. അതൊക്കെ വലിയ ചടങ്ങാണ്. അന്ന് 89-ൽ 1-ാം പേജിൽ ചിത്രം വന്ന ഒരു വാർത്തയും ചിത്രവും ഞാനിന്ന് PVCയെയും കാണിച്ചു. അപ്പോൾ അതിൻ്റെ താഴെ പ്രേംനസീറിൻ്റെ നില ആശങ്കാജനകം എന്നുണ്ട്. ഇന്നും അതുപോലൊരു സമയമാണ്. ഇപ്പോൾ MDയുടെ നില ആശങ്കാജനകം എന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മാതൃഭൂമിയെ മാതൃഭൂമിയാക്കിയതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹവും. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഭുവനേന്ദ്രൻജിയോടും പറഞ്ഞു, അത് അങ്ങനെ ഒരു പ്രാർത്ഥനയും കൂടി നമുക്ക് ദേവിയെ സങ്കല്പിച്ച് സമർപ്പിക്കണം. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതൊരു പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങാണ്. സമയമുണ്ടാക്കി വന്നവരെല്ലാം അതിൽ പങ്കെടുത്തു. നമുക്ക് ഇതൊരു ധന്യമാർന്ന നിമിഷമായി കാണുന്നു. ധാരാളം യജ്ഞങ്ങൾ നടത്തുവാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിൽ വലിയ ശ്രദ്ധ വഹിച്ച ഇംപിച്ച് അഹമ്മദിന് അന്നത്തെ പോലെ ഞങ്ങൾ നന്ദിപൂർവ്വം നമസ്കാരപൂർവ്വം അങ്ങയുടെ സംഘടനാ ശേഷിയെ ഇപ്പോഴും സ്മരിക്കുന്നു. ഞാൻ സന്ദർഭോചിതമായി ഭുവനേന്ദ്രൻജിയും കൈതപ്രം തിരുമേനിയും കേൾക്കെ മാനേജിംഗ് എഡിറ്ററോട് പറഞ്ഞു, ഇംപിച്ച് അഹമ്മദ് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, യുവരശ്മി അതുപോലെ ഈ സ്റ്റഡി സർക്കിളും വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം, അതിന് ഞങ്ങളൊക്കെ കുടുംബസഹിതം പ്രവർത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ആ നിർദ്ദേശം പരിഗണിക്കാം എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിനും ഇംപിച്ച് അഹമ്മദ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ, നമ്മൾ ഇവിടെ ഇരിക്കുന്നവരല്ല, ഈ ഇംപിച്ച് അഹമ്മദിൻ്റെ ക്ഷണം കേട്ട് ഇവിടെ എത്തിയ നിങ്ങളെല്ലാവരെയും നമസ്കരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ആ സാന്നിധ്യത്തിന് നന്മയുണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും പൗർണമികാവ് ക്ഷേത്രത്തിലേക്കും മള്ളിയൂർ ക്ഷേത്രത്തിലേക്കും ഒക്കെ ക്ഷണിച്ചുകൊണ്ട്, കാരണം ഇത് രണ്ടും സർവമത തീർത്ഥാടന കേന്ദ്രമാണ്. ആർക്കും അവിടെ വരാം, അക്ഷരാദേവിയെ നമസ്കരിക്കാം. ഗൃഹലക്ഷ്മി മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ലേഖനവും ഞാൻ PVCയെ കാണിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാനും ഇംപിച്ച് അഹമ്മദും കൂടി വരാം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ അക്ഷരദേവിമാരുടെ ക്ഷേത്രം വേറെ ലോകത്തില്ല. അക്ഷരത്തിന് ജാതിയില്ല, മതമില്ല, അത് പ്രകാശം പോലെയാണ് എന്ന് ചിന്തിക്കാനും നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം അവിടെ ഒരു പൗർണമിക്ക് എത്തിച്ചേർന്ന് നമ്മുടെ അടുത്ത തലമുറയുടെ ഉദ്ധാരണത്തിനായി അജ്ഞാനത്തെ അകറ്റി വിജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്താനുള്ള ആ പാതയിൽ നമുക്കെന്നും താങ്ങായി, തണലായി, തുണയായി നിങ്ങളെല്ലാവരും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്കിങ്ങനെ ഒത്തുചേരാൻ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ആദരിച്ചതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്ത് വന്ന പാദത്തിൽ തൊട്ട് നമസ്കരിച്ചതായി കാണണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകൾ എൻ്റെ ശിരസിൽ വെക്കുന്നതായി നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇത് സംഘടിപ്പിക്കുന്നതിൽ വലിയ നേതൃത്വം കൊടുത്ത, വലിയ പെയിൻ എടുത്ത് അത് സംഘടിപ്പിച്ച ശ്രീ ഇംപിച്ച് അഹമ്മദിനെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് സമയമുണ്ടാക്കി എത്തിയ ഓരോ വിശിഷ്ട അതിഥിയും അവരുടെ കർമ്മ മേഖലയിൽ എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരനും ജഗദീശ്വരിയും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുസൽമാൻ അള്ള എന്ന് വിളിച്ചാലും ക്രൈസ്തവൻ യേശുദേവ എന്ന് വിളിച്ചാലും നമ്മൾ ദേവി എന്ന് വിളിച്ചാലും ചെന്നെത്തുന്നത് ഒന്നിലാണെന്ന് ചിന്തിക്കാനുള്ള സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന മഹാസങ്കല്പമാണ് മാതൃഭൂമി നമുക്കെന്നും പകർന്നു നൽകിയത്. അതുകൊണ്ട് തന്നെ കൈതപ്രം തിരുമേനി നമ്മുടെ വേദികളിൽ പറയുമായിരുന്നു, EC തോമസ് എന്ന ക്രിസ്ത്യാനി മുസ്ലിമായ ഫാസിലിനോട് നമ്പൂതിരിയായ ദാമോദരൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് പത്മശ്രീയൊക്കെ നേടി ഇങ്ങനെ കഴിയുന്നത് എന്ന് അദ്ദേഹം ഞങ്ങളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സഹകരണത്തോടെ വളരുന്നതിനും നിങ്ങളോടൊക്കെ സഹകരിക്കുന്നതിനും ഇടയാക്കിയത് എന്ന് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് വീണ്ടും കോഴിക്കോട്ട് ഈ അളകാപുരിയിൽ ഞാൻ എപ്പോഴും ഇംപിച്ച് അഹമ്മദിനോട് പറയും, നിങ്ങളൊക്കെ പണ്ടിവിടെ ഒത്തുചേർന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന് അളകാപുരി എന്ന് പേരിട്ടത്
മാതൃഭൂമിയുടെ പത്രാധിപർ ശ്രീ KP കേശവമേനോനാണ്. അതൊക്കെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സമയമുണ്ടാക്കി എത്തിയ ഭാഗവത കുടുംബത്തിലെ ശകുന്തള ചേച്ചിയും കുടുംബവും ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ധാരാളം പേർ, അവരുടെ എല്ലാം സാന്നിധ്യം ഈ ചടങ്ങിന് കൂടുതൽ ചൈതന്യം പകരുന്നു. നിങ്ങളെല്ലാം ഇനിയും ഇമ്പിച്ചാൽ മതി ഇതുപോലുള്ള ചടങ്ങുകൾ വെക്കുമ്പോൾ എത്തിച്ചേരണം, കുടുംബസഹിതം എത്തിച്ചേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാതയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ എന്നും ഉണ്ടാകണമേ എന്നപേക്ഷിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിങ്ങളുടെ മനസ്സുകളിൽ വിനയാന്വിതനായി സമർപ്പിക്കുന്നു. നമസ്കാരം. പ്രഗത്ഭനായ ഡോക്ടർ പള്ളിക്കൽ സുനിയെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്ന ഒരു ഔപചാരികമായ കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ഈ ചടങ്ങിൽ ഇവിടെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ആതിഥേയ സംഘത്തിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും, സദസ്സിലുള്ളവർക്കും വേദിയിലുള്ളവർക്കും എല്ലാവർക്കും ഈ ആതിഥേയ സംഘത്തിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे